ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയും ബാലചന്ദ്രനും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രന്റെ പല ചോദ്യങ്ങൾക്കും അലീനയ്ക്ക് ഉത്തരവില്ല കേട്ടോ. ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇത്രയും നാളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ അലീന പിടിച്ചു നിൽക്കുമായിരുന്നു, ശരണ്യയോടുള്ള ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ചോദ്യങ്ങളുടെ പല ചോദ്യങ്ങൾക്ക് മുന്നിലും നമ്മുടെ അലീന ഉത്തരം മുട്ടുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എല്ലാവരും കൂടെ ബാലചന്ദ്രനെ എന്തിനാണിട്ട് വട്ടം ചുറ്റിക്കുന്നത്? ബാലചന്ദ്രന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തെങ്കിൽ ഓക്കെ, ഇതൊരു തെറ്റും ചെയ്യാതെ ബാലചന്ദ്രന്റെ മകനെ എന്തിനാണ് എല്ലാവരും കൂടെ കുറ്റക്കാരനാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, ഒരു സുഖത്തിന് വേണ്ടി. ബാലചന്ദ്രമേനോൻ വെറും ഒരാളല്ലല്ലോ, വെറും ചില്ലറക്കാരനല്ലല്ലോ. ബാലചന്ദ്ര മേനോൻ ഒരുപാട് കടകളൊക്കെയുള്ള വലിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പൊ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും അച്ഛാന്ന് പറയുമ്പോൾ, ഓ അതിനു വേണ്ടിയാണോ ബാലചന്ദ്രന്റെ മകനോട് എല്ലാവരും ഇങ്ങനെ പെരുമാറുന്നത്? വെറും വെറും ഒരു അല്ലെങ്കിൽ വെറും ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവര് ഇങ്ങനെ ചെയ്യില്ലായിരുന്നോ? നീ എന്താ ലീന പറയുന്നത്? തട്ടുമുട്ടി ന്യായം പറഞ്ഞ് നീയും രക്ഷപ്പെടാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ, അച്ഛൻ ഇവിടെ കിടന്ന് ക്ഷോഭിച്ചിട്ടോ അച്ഛൻ ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രസംഗിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അവരെന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. നമ്മൾ പതിയെ എല്ലാം സൗമ്യമായിട്ട് നിന്ന് നമ്മൾ പതിയെ വേണം എല്ലാം ചെയ്തെടുക്കാൻ. അപ്പോഴത്തേക്കും സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് കളിക്കുകയാണ് നമ്മുടെ അലീന. ഒരു അച്ഛനത് സഹിക്കുമോ? ഒരു അച്ഛനിത് നോക്കിക്കൊണ്ട് നിൽക്കുവോ? എത്രമാത്രം സഹിക്കാൻ പറ്റും? നിരപരാധിയായ തന്റെ മകൻ ജയിലിൽ കിടന്ന് ഓരോ ദിവസവും ശിക്ഷ അനുഭവിക്കുമ്പോൾ, ഓരോ ദിവസവും ഉരുകി തീരുമ്പം, അവന്റെ ഭാവി നശിക്കുമ്പോൾ ഒരച്ഛനും അത് സഹിക്കില്ല. അതാണ് നമ്മുടെ ബാലചന്ദ്രൻ എണ്ണി 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 അലീനയോട് ചോദിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ആ പെങ്കൊച്ചിന്റെ ഉള്ള മനസാക്ഷിയും കൂടി എല്ലാവരും കൂടെ ഓതി 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 നശിപ്പിക്കും. ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാലേ അവള് കോടതി കയറി നിന്നിട്ട് രോഹിത് കുറ്റക്കാരനാണെന്ന് തന്നെ പറയും. അതേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതെല്ലാം സഹിക്കണം ഞാന്. അതെല്ലാം സംഭവിച്ചിട്ട് നോക്കി കൈകെട്ടി നിൽക്കണം. എന്റെ അച്ഛനിങ്ങനെ നിരാശപ്പെടാതെ. ഓ, നീ ആ ദുഷ്ടന്മാർക്ക് ഇടയിലേക്കാണല്ലോ അറിവും കാരുണ്യൊക്കെ ആയിട്ട് ചെന്നത്. ഇപ്പൊ മനസ്സിലായില്ലേടി നിനക്ക് അവരുടെ തനിനിറം? അത് പിന്നെ അതുകൊണ്ടല്ല അച്ഛൻ നമ്മൾ രോഹിത് നിരപരാധിയാണെന്ന് അറിഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മളും അവനെ കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മളും ഓരോന്ന് പറഞ്ഞ് വിധിക്കുകയും ഒക്കെ ചെയ്യുവല്ലേ ഉള്ളൂ. അറിയാതിരുന്ന മതിയായിരുന്നെന്ന് തോന്നിപ്പോവോ മോളെ? അച്ഛൻ വിഷമിക്കാതെ ഇരിക്കച്ഛ. ദേ, ഒരിടത്ത് നന്മയുടെ ഒരു വിത്തിട്ടാല് വേറൊരിടത്തായിരിക്കും അതിന്റെ ഫലം നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് അച്ഛനൊന്ന് മനസ്സിൽ സമാധാനമായിട്ട് ഇരിക്കുക. ഏതായാലും ഈ സമയത്ത് ബാലചന്ദ്ര മേനോൻ സമനില തെറ്റി നേരെ സ്റ്റെയർ കയറി മേളിലേക്ക് പോവുകയാണ് കേട്ടോ. അലീന ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്, കൃഷ്ണമോളും ഉണ്ട്. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുന്നു. എന്ത് ചെയ്യാനാണ്? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീന രേവതിക്കുട്ടീനെ വിളിക്കാണ് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഫോൺ എടുത്തിട്ട്, ഹലോ അലീന ചേച്ചി, എത്ര ദിവസമായി വിളിച്ചിട്ട്? അല്ല മോളെ, നീ ബിസിയാണോ? ഏയ്, ഞാൻ ബിസി ഒന്നുമല്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. അല്ല, നിന്റെ ജോലിയൊക്കെ തീർന്നോ? ജോലി തീർന്നൊന്നുമില്ല, എന്നാലും ഞാൻ ഫ്രീയാ. അവിടെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? കുറെ ദിവസമായല്ലോ. ഇവിടെ എന്ത് വിശേഷം? ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല മോളെ. അതെ, ഞാനേ ഇന്ന് ശരണ്യനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ശരണ്യ ഓക്കെ ആയോ ചേച്ചി? എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ശരണ്യയോട്. അതെന്താ, ശരണ്യ അവിടെ ഇല്ലായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നു മോളെ. അവരെന്നെ വീട്ടിലേക്ക് കയറ്റിയില്ല മോളെ. ശരണ്യനെ പുറത്തേക്ക് ഇറക്കിയതുമില്ല. എന്തു പറ്റി? ചേച്ചി ചെന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അതേന്നേ, ഞാൻ ചെന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ അവര് വിലക്കിയിരിക്കുക. ഇനി ശരണ്യെ കാണരുത്, മിണ്ടരുത്, ആ കോളനിയിലേക്ക് എന്റെ കാലെടുത്ത് കുത്തരുതെന്ന്. അതെന്നാ ചേച്ചി പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം? ഇത്രയും ദിവസം അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അവർക്ക് പേടിയാണെന്ന് ഞാൻ ശരണ്യനെ വശത്താക്കി കേസ് അട്ടിമറിക്കുമെന്ന്. ഞാന് കേസ് അട്ടിമറിച്ച് ഞാന് രോഹിത്തിനെയോ ആരെങ്കിലും രക്ഷിക്കുമെന്ന്. അല്ല ചേച്ചി, അതെങ്ങനെ സാധിക്കും? അതൊക്കെ അവരുടെ തെറ്റിദ്ധാരണയല്ലേ ചേച്ചി? അതിനെന്തെങ്കിലും കാരണം വേണ്ടേ ചേച്ചി? അതെ, ഞാൻ ഒരു ദിവസം അവളെ പുറത്തേക്ക് കൊണ്ടുപോയി. എവിടെ ചേച്ചി കൊണ്ടുപോയ? ടൗണിലോ? അല്ല ചേച്ചി, അല്ല രേവതിക്കുട്ടി, വെറുതെ നടക്കാനായിട്ട് അവരുടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോയി. അപ്പം അവിടെ വെച്ച് ശരണ്യ എൻ്റെ അടുത്ത് ഒരു രഹസ്യം പറഞ്ഞു. രഹസ്യമോ? എന്ത് രഹസ്യം? അത് പിന്നെ വേറൊന്നും അല്ല മോളെ, ഒരു രഹസ്യം തന്നെയാ, വലിയ രഹസ്യം. ദേ, നമ്മുടെ രോഹിത്തില്ലേ, അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്. രോഹിത്ത് അവളെ റേപ്പ് ചെയ്തിട്ടില്ല എന്ന്. സത്യമാണോ ചേച്ചി? സത്യമാണ് ഈ പറയുന്നത്? അതെ മോളെ,
അല്ല, ചേച്ചിനെ എന്തിനാ അതിന്റെ പേരിൽ വിളക്കുന്നത്? ശരണേനോട് സത്യം തുറന്നു പറഞ്ഞു എന്നുള്ള വിവരം അവളുടെ വീട്ടുകാര് അറിഞ്ഞു കാണുന്ന എനിക്ക് തോന്നുന്നത്. ഉം അല്ല, അറിഞ്ഞാൽ എന്താ കുഴപ്പം? ആ പെൺകുട്ടി ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ ചേച്ചിയോട്. അവളുടെ വീട്ടുകാർക്ക് പേടിയായി കാണുന്നേ. അവരെല്ലാവരും കൂടെ ചേർന്ന് രോഹിത്തിനെ കുറ്റക്കാരനാക്കി വെച്ചിരിക്കുകയല്ലേ. ഞാൻ കൂടെ കൂടെ അവിടെ ചെന്ന് ഓരോന്ന് പറയുകയും അതുപോലെ ശരണ്യനെ ബ്രെയിൻ വാഷ് ചെയ്ത് സത്യങ്ങളൊക്കെ വിളിച്ചിട്ട് കൊണ്ടുവന്നെങ്കിലോ. അല്ല, അപ്പം അവര് സത്യമില്ലാത്തവരാണോ ചേച്ചി? സത്യത്തെ അവർക്ക് പേടിയാണോ ചേച്ചി? എന്താ ചേച്ചി ഇതിന് കാരണം? അത് പിന്നെ രോഹിത്തിനെ കൂടെ പേര് ചേർത്തതില് പാർട്ടിക്കാരും പോലീസുകാരും സമുദായക്കാരും എല്ലാവരും കൈകടത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അല്ല, അവർക്ക് സത്യം പറയാൻ കൂട്ടു നിൽക്കുമല്ലേ ചേച്ചി വേണ്ടത്? കുറ്റം ചെയ്യാത്ത ഒരാളെ ഇതിനകത്തേക്ക് തള്ളി കയറ്റിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാ ചേച്ചി? അതൊരു രോഗമുള്ള രോഗം, സമൂഹ മനസ്സാക്ഷിയെ ബാധിച്ചൊരു രോഗം. പീഡന കേസിൽ 2 പേരെ ഉള്ളൂ എന്ന് കേട്ട ഒരു ഗുമ്മില്ല, വിട്ടുകളയും. 56 പേരുണ്ടെന്ന് കേട്ടാല് വായിക്കാനും അറിയാനും ഭയങ്കര ഉത്സാഹമായിരിക്കും. വലിയ ഭൂകമ്പം ഉണ്ടായിട്ട് ഒരാളെ മരിച്ചുള്ളൂ എന്ന് ഒരാളെ മരിച്ചുള്ളൂ എന്നുള്ള വാർത്ത വായിക്കാനായിട്ട് എല്ലാവരും വിട്ടുകളയത്തില്ലേ? 10,000-10,000 പേരെ മരിച്ചെങ്കിൽ ആൾക്കാര് എല്ലാം അരിച്ചു പെറക്കി വായിക്കുമല്ലേ? ദുരന്തങ്ങളെല്ലാം വലുതായിരിക്കണം. കൂട്ട ബലാത്സംഗം, കൂട്ട ആത്മഹത്യ, കൂട്ട കൊലപാതകം, ഇതെല്ലാം പത്രങ്ങളും TV എല്ലാം പെരുപ്പിച്ച് കാണിക്കുന്നത് ആളുകൾക്ക് അതിൽ കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടാ, അവരെ കൂടുതൽ ഹരം കൊള്ളിക്കുന്നത് ഉള്ളത് കൊണ്ടാ. ശരണ്യയുടെ പീഡന കേസിൽ ഇനി പല പ്രതികളും പിടിയിലാവാനുണ്ടെന്നൊക്കെ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചായിരുന്നല്ലോ. കുറഞ്ഞത് 16 പേരെങ്കിലും വേണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം ലിസ്റ്റിലുള്ള ഒരുത്തൻ എസ്കേപ്പ് ആയി പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കാർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം അലീന ചേച്ചി, തെറ്റ് ചെയ്യാഞ്ഞിട്ടും രോഹിത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ? അങ്ങനെയാണോ? മിക്കവാറും അങ്ങനെ ആയിരിക്കും മോളെ. പിന്നെ ശരണ്യക്ക് ദയ തോന്നിക്കഴിഞ്ഞാല് ഓക്കെ, അവളുടെ കൂടെ ഉള്ളവർ അതിന് സമ്മതിക്കുമെന്നും അറിയത്തില്ല. ആകെപ്പാടിപ്പം വല്ലാത്തൊരവസ്ഥയാ. കഷ്ടം തോന്നുന്നു ചേച്ചി എനിക്കും. ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്തണ്ടേ ചേച്ചി? എന്തെങ്കിലുമൊക്കെ ചെയ്യണം മോളെ. ഏതായാലും ഞാൻ വെക്കാൻ പോവാ. ഇത് പറയാനാ ഞാൻ വിളിച്ചത്. അല്ല ചേച്ചി, ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ. ഓക്കേന്നെ, വിളിക്കാടാ, മോളിപ്പം വെച്ചോ എന്ന് പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്യാണ്. പക്ഷെ അലീന ഇപ്പം നമ്മുടെ രേവതിയോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അതായത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡിവൈഎസ്പിനാണ് ഫോൺ വിളിക്കുന്നത്. അല്ല, ഡിവൈഎസ്പി ഫോൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഡിവൈഎസ്പി ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതെ, ഇവിടെ ആരും സ്വാധീനം ചെലുത്തിയിട്ടില്ല. പോലീസുകാര് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യ, നാട് നന്നാക്കുക, അല്ലെങ്കിൽ കുട്ടിച്ചോറാക്കുക. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം, ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഡിവൈഎസ്പിയുടെ മുന്നിൽ 2 നേതാക്കന്മാർ ഇരിപ്പുണ്ട്. അത് വേറെ ആരുമല്ല, രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതുപോലെ നമ്മുടെ ശരണ്യക്ക് വേണ്ടി വന്നവരാണ്. ആ ഒരു പെണ്ണില്ലേ, കഴിഞ്ഞ ദിവസം നമ്മുടെ ശരണ്യയുടെ മുമ്പിൽ വന്നിട്ട് എന്തോ ചീപ്പർ ജോലി തരാന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട പെണ്ണ്, ആ പെണ്ണൊക്കെ ഉണ്ട്. ഏതായാലും അവരോട് നമ്മുടെ ഡിവൈഎസ്പി സംസാരിക്കുകയാണ്. നിങ്ങളായിരിക്കും അല്ലേ ഇപ്പം അങ്ങ് മേളീന്ന് വിളിപ്പിച്ചത്? അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദേ, നിങ്ങള് എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് ഒരു ചില്ലറ കേസാണെന്നാണോ? നിങ്ങൾ എന്തൊക്കെ സ്വാധീനം ചെലുത്തിയാലും അതൊന്നും പോലീസുകാര് ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്ന്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തക പറയുന്നുണ്ട്, അത് പിന്നെ സാറേ വേറൊന്നുമല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ബാലചന്ദ്രന്റെ കീഴില് പല പല ആൾക്കാരുണ്ട്. അതില് സുന്ദരികളായ പെണ്ണുങ്ങൾ സഹിതമുണ്ട്. ഇപ്പൊ വേലക്കാരിയാന്ന് പറഞ്ഞൊരു പെണ്ണ് ഇറങ്ങിയിട്ടുണ്ട്. ആ പെണ്ണിടയ്ക്ക് ഞങ്ങളുടെ കോളനി വരികയും അതുപോലെ ശരണീനെ സ്വാധീനിക്കുകയും അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവളെ മുഴുമാറ്റി പറയിക്കാനൊക്കെ ആണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാറേ ഞങ്ങൾ സാറിനെ കാണാൻ വന്നത്, വേറെ ഒന്നും അല്ലാന്ന്. കൂടെ നമ്മുടെ ശരണ്യയുടെ അച്ഛനും ഉണ്ട് കേട്ടോ ഡിവൈഎസ്പിനെ കാണാനായിട്ട്. അപ്പൊ 2 നേതാക്കന്മാരും, അതായത് രാഷ്ട്രീയ പ്രവർത്തകരും അച്ഛനും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഡിവൈഎസ്പി ചോദിക്കണല്ലേ, ഇവര് പറയുന്നത് ശരിയാണോടോ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യയുടെ അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല. ഈ ഒരു സമയത്ത് ഡിവൈഎസ്പി പറഞ്ഞു, അല്ല അലീന എന്ന് പറയുന്ന സുന്ദരി നിന്റെ മകളുടെ പുറകെ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടോ? അത് പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വരുന്നുണ്ട് സാറേ, എന്റെ മോളുമായിട്ട് സംസാരിക്കും. കഴിഞ്ഞ ഒരു ദിവസം എന്റെ മോളെയും വിളിച്ചുകൊണ്ട് കനാലിന്റെ അരികെ പോയി, പിന്നെ അമ്പലത്തിൽ പോയി. അതൊക്കെ നല്ല കാര്യമല്ലേടോ? തന്റെ മോളെ വീട്ടിൽ അടയിരുത്താതെ വിളിച്ച് ഇറക്കുന്നത് നല്ലതല്ലേ? അപ്പൊ ആ രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞു, അതിലെന്തോ ദുരുദ്ദേശമുണ്ട് സാറേ. അവളിലെ സമ്മർദ്ദം ചെലുത്തി ആ സ്വർണ്ണക്കട മുതലാളിയുടെ മോനെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രം ഇതൊക്കെ. അപ്പൊ ഡിവൈഎസ്പി വീണ്ടും ചോദിക്കുവാണ്, ആണോടോ? ശരണയുടെ അച്ഛനോടാ ഞാൻ ചോദിച്ചത്. അതെ, സംശയം ഉണ്ടെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ കയറ്റരുത്, മകളെ സംസാരിക്കാൻ അനുവദിക്കരുത്.
അല്ലെങ്കിൽ കൂടെ അയക്കരുത്, ഇത് മൂന്നും താൻ ചെയ്തോ? അത് ഇനി ഇത്രയും വിചാരിച്ചില്ല സാറേ, എത്രയും വിചാരിച്ചില്ല. തന്റെ മക്കളും കോളനിക്കാരും കൂടെ ചേർന്ന് അലീനയെ ചുട്ടുകൊല്ലാൻ വേണ്ടി ശ്രമിച്ചില്ലായിരുന്നോ? അത് കഴിഞ്ഞല്ലേ അവള് തന്റെ വീട്ടിൽ വന്നതും സംസാരിച്ചതും ഒക്കെ? തടയാൻ പറ്റത്തില്ലായിരുന്നു അതെനിക്ക്? അന്ന് വിലക്കണമായിരുന്നു. അന്ന് എന്തുകൊണ്ട് താൻ വിലക്കിയില്ല? എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? അപ്പോഴത്തേക്കുമാണ് രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞത്, അത് പിന്നെ സാറ് ക്രിമിനൽസിന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുകയാണോ? ഓ, ക്രിമിനൽസിന്റെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പഴം വിഴുങ്ങാൻ വേണ്ടിയല്ല പോലീസ് ഇവിടെ ഇരിക്കുന്നത്. യഥാർത്ഥ വിവരങ്ങൾ യഥാർത്ഥ സമയത്ത് തന്നെ പോലീസ് അറിയുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയോ? തന്റെ മകളുടെ വായിൽ നിന്ന് ഒരു സത്യം അറിയാതെ ചോർന്നു പോയി, അതിന്റെ പേരിലല്ലേ കിടന്ന് ഈ ബഹളി കളിക്കുന്നത്? അല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയ്ക്ക് വെപ്രാളം? അപ്പോഴത്തേക്ക് ആ രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞു, അല്ല അപ്പൊ സാറും കൂടെ അറിഞ്ഞോണ്ടാണോ? ആ അതെ, അറിഞ്ഞോണ്ടാ. എന്താടോ? എന്താന്ന്? തെറ്റ് ചെയ്യാത്ത ഓരോരുത്തരെ കൂടി നിങ്ങൾക്ക് കുരിശേ കയറ്റണം. അതിനുവേണ്ടിയല്ലേ നിങ്ങള് ഈ കിടന്ന് ഇവിടെ ബാധിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഇത് എന്നെ ബാധിക്കുന്ന കേസാകരുത്. നിങ്ങള് മൊഴി മാറ്റി പറയുവോ, മൊഴി മാറ്റി പറയാതിരിക്കുവോ, എന്ത് വേണേലും ചെയ്തോ, പക്ഷേ അത് എന്നെ ബാധിക്കാൻ പാടില്ല. എന്നാ പിന്നെ സാറ് ഞങ്ങള് ഇറങ്ങുക, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാ. ഓ, മനസ്സിലായി മനസ്സിലായി, നിങ്ങൾ പൊക്കോ പൊക്കോ പൊക്കോ. കാണാം 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 എന്ന് ഡിവൈഎസ്പി പറഞ്ഞവരെ പുറത്ത് വിടുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഡിവൈഎസ്പിക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട് കേട്ടോ, രോഹിത് നിരപരാധിയാണ് എന്ന്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വൈജയനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വൈജ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്ക് ബ്രോക്കർ കാണാൻ വരികയാണ് വൈജയനെ, വീട് അന്വേഷിച്ച് നടക്കാം. അപ്പൊ അങ്ങനെ വൈജി ഇവരെ കണ്ടതും, അതായത് വേറൊരാളും കൂടെ ഉണ്ട്. അപ്പൊ അവരെ കണ്ടതും, അതെ ഞാൻ വരുന്നു പറഞ്ഞാൽ വരും കേട്ടോ. വരും വരും. നിങ്ങൾ ഇപ്പൊ വന്നത് എന്തിനാ? വീട് കിട്ടിയോ? അത് പിന്നെ ഹൗസ് ഓണറായി നിൽക്കുന്നത്. പുള്ളിക്കാരൻ കാണിച്ചു തരും വീടിന്റെ അകവും പുറവും ഒക്കെ. എന്റെ മൊബൈൽ അത്ര കൊള്ളത്തില്ലെന്നേ, അതുകൊണ്ടാ ഹൗസ് ഓണറിനെ തന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നത് മാഡം. ആ ഹൗസ് ഓണറെങ്കിൽ ഹൗസ് ഓണർ ഫോട്ടോ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞു നമ്മുടെ വൈജ. അപ്പോഴത്തേക്ക് നമ്മുടെ ഹൗസ് ഓണർ പറഞ്ഞു, എന്നെ പരിചയം ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് നല്ല പരിചയം ഉണ്ട് കേട്ടോ. മേഡത്തിന്റെ ബാങ്കിൽ ഞാൻ പലതവണ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ എനിക്ക് സാറിനെ മേഡത്തിനെ നന്നായിട്ട് അറിയാവുന്നത്. പിന്നെ ഞാനൊരു ഹൗസിംഗ് ലോണിന് അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. അല്ല, ലോണ് കിട്ടിയില്ലായിരുന്നോ? കിട്ടിയില്ല, തന്നില്ല. മേഡം ഏതാണ്ട് എന്തോ ഒരു നയം പറഞ്ഞ് മുടക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ വൈദ്യു ഒന്ന് പതറി കേട്ടോ. അങ്ങനെ സംഭവിക്കാൻ വഴിയൊന്നുമില്ലല്ലോ, ഞാനങ്ങനെ മുടക്കാറൊന്നുമില്ല. ഉണ്ട്, വഴിയുണ്ട്. വഴിയില്ലെന്ന് പറഞ്ഞാ മുടക്കിയത്, വഴി ഉണ്ടായിരുന്നു. മേഡം നോക്കിയപ്പോഴത്തേക്കും വീതി കുറവാന്നാ പറഞ്ഞത്. ടിപ്പറിനെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന വഴിയാ. എനിക്കറിയത്തില്ലേ, എന്നിട്ട് പോലും മേഡം വഴിയില്ല എന്നും പറഞ്ഞ് അത് നിസ്സാരമായിട്ട് എഴുതി തള്ളി. അതൊക്കെ പോട്ടെ, എനിക്ക് ലോൺ ഏതായാലും കിട്ടിയില്ല. ഏതായാലും മേഡത്തിന്റെ കാര്യം നടക്കട്ടെ. മേഡം ഇതാ വീട്. അങ്ങനെ വീട് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മേഡം സൂം ചെയ്തൊക്കെ ഇങ്ങനെ വീട് നോക്കുകയാണ്. ഏതായാലും വൈജയ്ക്കും വീട് കണ്ടിട്ട് വലിയ തരക്കേടില്ലെന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ വൈജ പറഞ്ഞു, വീട് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, കിണർ വെള്ളം ഉണ്ടോ? കിണർ വെള്ളം ഉണ്ടോന്നോ? ആ കിണറ്റിലെ വെള്ളം ഒരിക്കലും പറ്റിയിട്ടില്ല. അവിടുത്തെ മീനച്ചിറാലിലെ വെള്ളം പറ്റിയാലും കിണറ്റിലെ വെള്ളം എപ്പോഴും ഉണ്ടാകും. അപ്പൊ ഫർണിച്ചർ ഉണ്ടോ? സാറിനോട് ചോദിക്കുക, സാറ് തന്നെ പറയും. സാറ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കയറ്റി പറയാന്ന് തോന്നും. അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, എല്ലാ ഫർണിച്ചറും ഉണ്ട്. കട്ടില്, ബെഡ്, ദീവാങ്കോട്ട്, TV, വാഷിംഗ് മെഷീൻ, ഓവൻ, സ്റ്റൗ, ഗ്യാസ് കണക്ഷൻ, മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷൻ, അങ്ങനെ എല്ലാ കണക്ഷനും എല്ലാം നമ്മുടെ വീട്ടില് ഉണ്ട്. അല്ല, എത്രയാ റെന്റ് പറയുന്നത്? അത് പിന്നെ വെറും 20,000 രൂപയുള്ളൂ. പിന്നെ 1,00,000 രൂപ അഡ്വാൻസ് തരണം കേട്ടോ. സാധാരണ എല്ലായിടത്തും 3 മാസത്തെ ആ ഒരു വാടകയല്ലേ അഡ്വാൻസ് തരുന്നത്. അത് പിന്നെ എന്റെ വീടായതുകൊണ്ട് 5 മാസത്തെ അഡ്വാൻസ് എനിക്ക് വേണം. ഓ, അഡ്വാൻസും കൊണ്ട് പോയല്ലോ സാറേ. അത് പിന്നെ സൗകര്യം ഉണ്ടെങ്കിൽ മതി. മേഡം തന്നെ എന്റെ വീട് എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാനൊന്നുകൂടെ ആലോചിച്ചിട്ട് പറയാം. ഇഷ്ടം പോലെ ആലോചിച്ചിട്ടോ, ഇന്ന് തന്നെ പറയണേ, വേറെ ആൾക്കാർ നേരത്തെ നിൽപ്പുണ്ട്. ഇത് പിന്നെ ബേബി പറഞ്ഞത് കൊണ്ട് മാത്രമാ. ഇന്ന് തന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബ്രോക്കറും പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് ബ്രോക്കർ ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബേബീനെ വിളിക്കണം, അതായത് ബ്രോക്കർ അല്ല, ഹൗസ് ഓണർ ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് നമ്മുടെ വൈജ ബേബീനെ വിളിക്കാണ്. ബേബി 1 മിനിറ്റ് ഇങ്ങോട്ട് വന്നേന്ന്. അങ്ങനെ നമ്മുടെ ബേബീനെ വിളിച്ചിട്ട് വൈജ പറഞ്ഞു, വീടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അഡ്വാൻസ് എനിക്ക് പിടിക്കാത്തത്. സാരമില്ല മേഡം, 3 മാസത്തെ അഡ്വാൻസ് എവിടെയാണെങ്കിലും കൊടുക്കണ്ടേ? നല്ല വീടാണെന്നേ, വേറെ ആൾക്കാർക്ക് ഒത്തിരി നോട്ടമുണ്ട്, അതാ ഇത്ര മസിൽ പിടുത്തം. അല്ല, ബേബി പറഞ്ഞാൽ കുറയ്ക്കത്തില്ലേ? ഓ,
ഓ കുറച്ചേനെ. മേഡം ഒന്ന് ലോണ് കൊടുത്തിരുന്നെങ്കില്. മേഡം ഒന്ന് ലോണ് കൊടുത്തില്ലല്ലോ. നമ്മളൊരു കടുംപിടുത്തം പിടിച്ചാലേ പകരം മറ്റുള്ളവരും കടുംപിടുത്തം പിടിക്കും. അതാ. എന്നതേലും ആയിക്കോട്ടെ, എഗ്രിമെന്റ് എഴുതിക്കോളാൻ പറ. അല്ല, അതിന് അഡ്രസ്സും ഫോൺ നമ്പറും ആധാർ കാർഡും വേണം. അതൊക്കെ ഞാൻ വാട്സപ്പിൽ വിട്ടേക്കാം. ബേബി മൂപ്പരോട് പറ എന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വിടാന്. ഉറപ്പിച്ചോ മേഡം? ഉറപ്പിച്ചെന്നേ. എന്നാ പിന്നെ എനിക്കൊരു അഡ്വാൻസ് ഇതാ. എന്റെ പൊന്നു ബേബി, സംഗതി നടക്കട്ടെ. എന്റെ നമ്പർ മേഡത്തിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? അതിലേക്ക് ഒരു 10,000 അങ്ങ് ഇട്ടേരെ. ഫോണിൽ നിന്ന് തോണ്ടിയ മതിയെന്നേ. ബാക്കി 10,000 എഗ്രിമെന്റ് എഴുതിയതിനു ശേഷം. അപ്പം 20,000 രൂപയോ? ഒരു മാസത്തെ വാടക, അതാ അതിന്റെ ഒരു കണക്ക്. അല്ല, ഹൗസ് ഓണറിനോട് നിങ്ങൾ കൺമിഷൻ മേടിക്കത്തില്ലേ? മേഡം എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തിരക്കുന്നത്? നമ്മുടെ കാര്യം തിരക്കിയാ പോരെ. അവര് തരുവോ തരാതിരിക്കുവോ? ഓ പിന്നെ ദേ എന്റെ പൊന്നു മോനെ, തേൻ കൂട്ടി ചെന്നാലും കൊതുകിന് ചോര തന്നെ വേണം. ഇതാണോ തേൻകൂട്? ഇത് കടന്നൽക്കൂടല്ലേ മേഡം? എന്നാ പിന്നെ ടാറ്റ മേഡം, ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബേബി ഒരു 10,000-20,000 രൂപയൊക്കെ സെറ്റ് ആക്കിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ വൈജ ഇങ്ങനെ കിടക്കുകയാണ്. ഏതായാലും വാടക വീട് എടുക്കാൻ തന്നെയാണ് വൈജയുടെ തീരുമാനം. നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വൈജ പോകത്തില്ല. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അലീന ഒരു ചായയൊക്കെ ആയിട്ട്, ചായയല്ല ലെമൺ ടീ ആണെന്ന് തോന്നുന്നു, ലെമൺ ടീ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തേലും ആട്ടെ. അങ്ങനെ അലീന ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുക. അത് നമ്മുടെ ബാലചന്ദ്രൻ വന്നു. ബാലചന്ദ്രൻ വന്നിട്ട് പിന്നെ സംസാരിക്കുന്ന വേറൊന്നുമല്ല. ബാലചന്ദ്രന്റെ മനസ്സിൽ രോഹിത്തിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. നമുക്കൊന്ന് മാമച്ചനെ വിളിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും രോഹിത്തിന്റെ കാര്യം സംസാരിക്കാനാണോ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അതേന്നെ, അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും വരുന്നത് പോലെ വരട്ടെ എന്നും പറഞ്ഞ് നോക്കിയിരിക്കാന് അത്രയ്ക്ക് ഗതികെട്ടവനാണോ ഞാന്? അവന്റെ അച്ഛനല്ലേ? അല്ല, അച്ഛനെല്ലാം ആലോചിച്ചിട്ട് തന്നെയാണോ? ദേ ഇനി എന്നെ ആലോചിക്കാനാ? മൂക്കോളം മുങ്ങിയിരിക്കല്ലേ ഞാന്. ഇനി എന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? അല്ല, അച്ഛന് അതിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ ആ വഴി നമുക്ക് നോക്കാം. ആ വഴി വിളിക്കാം. അത് പിന്നെ മോളെ, നീ ഒന്ന് വിളിച്ച് ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. എന്നിട്ട് എൻ്റെ കയ്യിൽ ഫോണ് തന്നാ മതി. അത് പിന്നെ അച്ഛൻ രണ്ടിലൊന്ന് തീരുമാനിച്ചു തന്നെയാണല്ലോ അല്ലേ ഇത് സംസാരിക്കുന്നത്? മോളെ അതേന്നെ, വേറെ മാർഗമില്ല മോളെ. ഒരു സമാധാനമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തൊരു അവസ്ഥയാണെന്നറിയാമോ എൻ്റെ? അതുകൊണ്ടാ പറഞ്ഞത്, മോള് വിളിക്ക് ഇന്നാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രന്റെ ഫോണ് തന്നെ കൊടുക്കാണ് അലീനയ്ക്ക് മാമച്ചനെ വിളിക്കാനായിട്ട്. അങ്ങനെ ഫോൺ വിളിക്കാൻ കേട്ടോ. ആദ്യം വിളിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടീനെയാണ്. അപ്പൊ രേവതിക്കുട്ടീനെ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ അലീന പറയാണ് മാമച്ചനങ്ങളുടെ കയ്യിൽ ഒന്ന് കൊടുക്കുമെന്ന്. അങ്ങനെ മാമച്ചനങ്ങളുടെ കയ്യിൽ രേവതിക്കുട്ടി കൊണ്ട് കൊടുക്കുമ്പം നമ്മുടെ അലീന തന്നെയാണ് ആദ്യം സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ പറഞ്ഞു, മോൾ ആദ്യം സംസാരിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നാ മതിയെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന മാമച്ചനോട് സംസാരിക്കുന്ന ആ ഒരു സീനും കൂടെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.